ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. എന്നിട്ടും വെള്ളിത്തിരയിലെ വീരശൂര പരാക്രമികൾ കമാന്ന് മിണ്ടിയിട്ടില്ല. മൗനവും ഒരു പ്രതിഷേധമാണത്രേ. ടൊവിനോ നിലപാട് പറഞ്ഞു, ഷൈൻ എന്തൊക്കെയോ പറഞ്ഞു. അതിനിടയിൽ ഇതാ മലയാള സിനിമയിലെ റിയൽ ഹീറോ പ്രതികരിച്ചിരിക്കുന്നു. നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള താരമാണ് പൃഥ്വിരാജ്. ആരോപണങ്ങളുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണമെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണം. ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവണം. നിയമമനുസരിച്ച് ഇരകളുടെ പേര് മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടേണ്ടത് അധികാരികളാണ്. അത് പുറത്തുവിടാൻ നിയമവ്യവസ്ഥയിൽ വിലക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവമായി അന്വേഷിക്കണമെന്നും പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചത് ഞാനാണ്. സ്ത്രീ സൗഹൃദപരമായ അന്തരീക്ഷം മലയാള സിനിമയിൽ വേണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളിൽ എനിക്ക് അത്ഭുതമില്ല. തുടർ നടപടികൾ എന്താകുമെന്ന് ആകാംക്ഷയുണ്ട്. അമ്മയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. അത്തരം സ്ഥാനങ്ങളിൽ തുടർന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ പാടില്ല. ആരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ അത്തരം ഒരു ഗ്രൂപ്പിലില്ല, അതിലില്ല എന്ന് സ്ഥാപിക്കുന്നതോടെ എൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മൂലം ബാധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അത്തരം പവർ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. എനിക്ക് നേരെ പവർ ഗ്രൂപ്പിൽ നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പലരും പോലീസിൽ നൽകിയ മൊഴിയും കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടാണെന്ന് മാധ്യമങ്ങളിൽ കണ്ടു. അതിലെനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഒരു സിനിമാ സെറ്റ് പ്രവർത്തിക്കുന്നത് സങ്കീർണമായൊരു പ്രവൃത്തിയാണ്. അത് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കേണ്ട മേഖലയാണ്. ആഭ്യന്തര പരാതി പരിഹാര സെൽ എൻ്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അതോടെ എൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല. ICC എല്ലാ സെറ്റിലും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ മറ്റൊരു സംവിധാനം വേണം. വിലക്ക് യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യത്തിന് താൻ തന്നെ അതിന് ഉദാഹരണമാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ശരിയാണ്, ഒരിക്കലും നിലപാടെടുത്തതിന്റെ പേരിൽ ഇതെന്താ പറയുക, നമ്മള് നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ്. ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന, എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ്. പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ തന്നെ വേണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. ബഹിഷ്കരണം പലപ്പോഴും നിരോധനമാകുന്നു. പാർവതിക്ക് മുമ്പ് മാറ്റി നിർത്തൽ നേരിട്ടത് ഞാനാണ്. വ്യക്തിപരമായി ആരെയെങ്കിലും ബഹിഷ്കരിക്കാൻ വ്യക്തികൾക്ക് സാധിക്കും. എന്നാൽ പദവിയിലിരിക്കുന്നവർ അത് ചെയ്താൽ അത് നിരോധനത്തിന്റെ ഫലം ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ സംഘടിതമായി ആരുടെയെങ്കിലും തൊഴിൽ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയും ഉണ്ടാവണം. അമ്മയുടെ പ്രധാന പദവിയിൽ വനിത വേണം. അത് അമ്മയിൽ മാത്രമല്ല, എല്ലായിടത്തും വേണം. സിനിമാ കോൺക്ലേവ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രയോജനപ്പെടുത്തണം. പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യും, പൃഥ്വിരാജ് പറഞ്ഞു.